നമ്മളെല്ലാ വർഷവും പുതുവത്സരം വരുന്ന സമയത്ത് ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറേ തീരുമാനങ്ങൾ എടുക്കും. ഒന്നാമത്തെ തീരുമാനം എന്ന് പറയുന്നത് ജനുവരി 1 മുതൽ ഞാൻ നന്നാവും എന്നുള്ളതായിരിക്കും ആദ്യത്തെ തീരുമാനം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ 2022 നമ്മൾ ഞാൻ നന്നാവും, സർക്കാർ ജോലി ഉറപ്പിക്കും, അതേപോലെ തന്നെ ലൈഫ് സെറ്റാക്കും, എന്നിട്ട് ഞാൻ കല്യാണമൊക്കെ കഴിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൺകുട്ടികൾ എന്ത് ചെയ്യും, അങ്ങനെ തീരുമാനം എടുക്കും. പെൺകുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യും, എന്തായാലും ഞാൻ പഠിച്ച് ജോലി ഉറപ്പിക്കും, എന്നിട്ട് എൻ്റെ ജീവിതത്തിലുള്ള സന്തോഷം ഞാൻ എന്തായാലും ഉറപ്പിക്കും. ഇങ്ങനെ കുറേ തീരുമാനങ്ങൾ നമ്മളെല്ലാ വർഷവും എന്ത് ചെയ്യും, തുടക്കത്തിലെടുക്കും. എന്നിട്ടൊരു ജനുവരി ആകുമ്പോഴത്തേക്ക്, ജനുവരി ഒരു 20-ാം തീയതി വരെയൊക്കെ നമ്മളിങ്ങനെ ആ എനർജിയിൽ നമ്മളിങ്ങനെ ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുകയൊക്കെ ചെയ്യും. 20-ാം തീയതി അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഏകദേശം നമ്മളെ മനസ്സൊക്കെ ഒന്നിങ്ങോട്ട് ഡൗണായി, നമ്മളെ എനർജിയൊക്കെ പോയി. നമ്മൾ വീണ്ടും എന്ത് ചെയ്യും, ഇപ്പം നമ്മൾ കണ്ടു ഒരു തിരമാല വന്ന് നമ്മൾ എഴുതിയ ആ 2022 തീരുമാനങ്ങളെയൊക്കെ മായ്ച്ചു കളയുന്നത്. അത്ര ഒരു പ്രാധാന്യം മാത്രമേ നമ്മൾ ലൈഫിൽ എന്ത് ചെയ്യാറുള്ളൂ, ഓരോ ന്യൂ ഇയറിലും എടുക്കുന്ന തീരുമാനങ്ങൾക്ക് നമ്മൾ കൊടുക്കാറുള്ളൂ എന്നുള്ളതാണ്. കാരണം 2022 തീരുമാനം എടുത്തു, 23 തീരുമാനം എടുത്തു, ഇപ്പതാ 24 വന്നണഞ്ഞു കഴിഞ്ഞു, നമ്മൾ പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നു. അതും നമ്മൾ എന്ത് ചെയ്യും, പഴയ പോലെ തന്നെ. നിങ്ങൾ കണ്ട 22 മാഞ്ഞുപോയി, 23 മാഞ്ഞുപോയി, പക്ഷേ മായാതെ കിടക്കുന്നത് 24 തീരുമാനമാണ്. അതിൻ്റെ പുറകിലുള്ള ഒരു പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 24 ഇതേപോലെ തിരമാല വന്നപ്പോൾ മാഞ്ഞു പോയ പോലെ അങ്ങ് പോയാൽ അത് നിങ്ങൾക്ക് തീരാ നഷ്ടമാവും എന്നുള്ളത് ഉറപ്പാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 7ാം ക്ലാസ് യോഗ്യത ഉള്ളവന് LGS പരീക്ഷ, 10ാം ക്ലാസ് യോഗ്യത ഉള്ളവനാണെങ്കിൽ LDC പരീക്ഷ, ലാബ് അസിസ്റ്റൻ്റ് പരീക്ഷ. ഇനി +2 ലെവലിലാണെങ്കിൽ അവർക്ക് പോലീസ് ഉണ്ട്, എക്സൈസ് ഉണ്ട്, വെയിറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഉണ്ട്. ഡിഗ്രി ലെവലിലുള്ളവർക്കാണെങ്കിൽ അവർക്ക് SI പരീക്ഷയും അതേപോലെ തന്നെ LSGSും അവരെ കാത്തിരിപ്പുണ്ട്. അപ്പോൾ +2 + TTC ഉള്ള ടീച്ചറാവാൻ കാത്തിരിക്കുന്നവർക്ക് LPUP പരീക്ഷയുണ്ട്. ഏത് യോഗ്യതയിലുള്ള ആളുകൾക്കും 2024 സർക്കാർ ജോലിക്കാരനാവണോ അവസരമുണ്ട്. പക്ഷേ നമ്മളാണ് തീരുമാനിക്കേണ്ടത്, ഞാനിതിൽ ഏത് ജോലി അടിക്കണം. 2022 23 ഒക്കെ തീരുമാനങ്ങൾ മാഞ്ഞു പോയ പോലെ 24 മാഞ്ഞു പോയി കഴിഞ്ഞാൽ അതിന് ഒരിക്കലും തിരിച്ചു കിട്ടാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു മാഞ്ഞുപോക്കായിരിക്കും. ഇങ്ങനെ ഇത്രയും പരീക്ഷകളുള്ള ഒരു വർഷം ഇനി നിങ്ങൾക്ക് വരാനില്ല. സോ ഈ 2024 എടുക്കുന്ന തീരുമാനങ്ങളിൽ നമുക്ക് അത്രയും ഹാർഡ് വർക്ക് ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. പിന്നെയോ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കമ്പയർ ചെയ്തിട്ടോ അല്ല, നമ്മളെ ഒരു ഡെഡിക്കേഷനും നമ്മളെ ഒരു സാഹചര്യവും നമ്മുടെ പഠനത്തിലേക്ക് അലിഞ്ഞു ചേരണം. അപ്പം നമ്മുടേതായിട്ടുള്ളൊരു പഠനത്തിലൂടെ ഈ 2024 എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലൊരു വഴിത്തിരിവാവണം എന്നുള്ളത് അവനവൻ്റെ ഉള്ളിൽ എഴുതി വെച്ച് നമ്മൾ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവിടെ തന്നെയാണ് ഈ 2024 തീരുമാനങ്ങൾ മായാതെ കിടക്കാനുള്ള തയ്യാറെടുപ്പും. വെറും തയ്യാറെടുപ്പ് ഈ ഒരു ജനുവരി 1 മാത്രം പോരാ. അത് നമ്മൾ ഈ പറയുന്ന 2024 365 ദിവസവും ഒരേപോലെ നമ്മുടെ മൈൻഡിൽ അലട്ടിക്കൊണ്ടിരിക്കണം. നമ്മുടെ ഹാർട്ട് ബീറ്റ്സിൽ അലിഞ്ഞു ചേരണം. ഓരോ ഹാർട്ട് ബീറ്റിലും നമുക്കിങ്ങനെ ഓർമ്മ വരണം, എൻ്റെ ജോലി ഇപ്പോഴും അവിടെ കിടക്കുകയാണ്, എൻ്റെ ജോലി ഇപ്പോഴും അവിടെ കിടക്കുകയാണ്. ഞാൻ മടി പിടിച്ച് കിടന്നാൽ ഈ 2024 കടന്നു പോകും. ഞാൻ പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ ഈ ജോലി എൻ്റെ കയ്യിൽ വരില്ല. സോ പുതുവർഷം പുതിയ തീരുമാനം. എപ്പോഴും നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ എന്ന് പറയുന്നത് മാറണം എന്ന് പറയും. നമ്മൾ ചില ആൺകുട്ടികളൊക്കെ തീരുമാനിക്കുന്ന കണ്ടിട്ടുണ്ട്, ജനുവരി 1 മുതൽ ഞാൻ ജിമ്മിന് പോകും, ബോഡി സെറ്റാക്കും എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ തീരുമാനം. അത് ജനുവരി 10-ാം തീയതി കഴിയുമ്പോൾ തന്നെ എന്ത് ചെയ്യും, വീണ്ടും പഴയ പോലെ ഫാറ്റൊക്കെ അടിഞ്ഞുകൂടി നമ്മൾ പഴയ രീതിയിലേക്ക് തന്നെ ആവും. സോ ഈ വർഷം എടുക്കുന്ന തീരുമാനം ഉറപ്പിച്ചോ, സർക്കാർ ജോലി അടിക്കും എന്നുള്ള ആ ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ നിശ്ചയദാർഢ്യത്തോടുകൂടെ ഇറങ്ങിത്തിരിക്കാൻ തയ്യാറായിക്കോ. നമുക്ക് 2024 മറിക്കാമെന്നല്ല, മാറണം, നമ്മളായിട്ട് മാറ്റണം. സോ എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേരുന്നു. ഹാപ്പി ന്യൂ ഇയർ.